ഇന്നേ ഉച്ച മുതൽ ഇവിടെ മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ചാറിയും കൊണ്ടേ ഇരിക്കുക. ഇപ്പോഴും ഇങ്ങനെ ചാറിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ലച്ചു ഇപ്പം ഞങ്ങളില്ലേ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. അതാണ്ടോ നമുക്ക് ഇപ്രാവശ്യം മുല്ലമുട്ടുകൾ വല്ലാണ്ട് കിട്ടിയില്ല. അപ്പോൾ അതാ മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ മുല്ലച്ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ടോ. അപ്പോൾ അതാ ഈ മക്കളുടെ സ്കൂൾ തുറക്കുമ്പോഴേക്കും പോകുമ്പോൾ മുല്ലപ്പൂ ഉണ്ടാവും. അതാ ഇത് കൂടെയൊക്കെ കണ്ട, കൂടെയൊക്കെ നിറച്ചുണ്ടേ. കണ്ട ഇപ്പം കണ്ട ഇപ്പം ഇതാ ഇത് കൂടെയൊക്കെ കണ്ടില്ലേ. അത് നമ്മൾ കൊമ്പൊക്കെ വെട്ടിയിട്ട് ഇപ്പം കണ്ട ഒക്കെ വന്നു അല്ലേ. ഞാൻ ഇവിടെയും കുഴിച്ചിട്ടതാണ്, പക്ഷെ ഇവിടെയും വന്നില്ല. മഴ പെയ്താൽ തന്നെ പച്ചപ്പ് കൂടി. മഴ പെയ്തപ്പോൾ തന്നെ പച്ചപ്പും ചെടിക്ക് ഉഷാറും കൂടി. ഇത് ഞാൻ കുഴിച്ചിട്ടതാണ് ഇവിടെ ഫുള്ള് കേട്ടോ. ഇത് അച്ചച്ചൻ്റെ അപ്പുറത്തേന്. ഇനി ഇത് മുറിച്ചിട്ട് ഇനി ഇതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അത് കൂടെ ഇങ്ങനെ വെക്കണം അല്ലേ ഏട്ടാ. ആ ഭാഗത്ത് കൂടെ ചക്ക മൂത്തിക്കുന്ന അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചായ കുടിച്ചും ഇവിടെ പപ്പു ഇരിക്കുന്നുണ്ടോ. കോഴികളും കോഴിക്കുട്ടികളൊക്കെ നമ്മൾ ഈ കോഴിക്കുട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടു. അവിടെ അവർക്ക് നിൽക്കാൻ സ്ഥലമില്ലാണ്ട്. നമ്മുടെ അടുപ്പാണ് കേട്ടോ. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തില്ല. വേണ്ടോ കല്ലൊക്കെ കൈ പിടിക്കാറായില്ലേ. ഇത് കയ്യെ പിടിക്കുന്നതല്ല, ഇത് മൊത്തം കുത്തി പൊളിച്ചിട്ട് വേണം ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അപ്പോൾ വെള്ളം വന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ഷീറ്റ് ഇടാന്ന് പറഞ്ഞിട്ട് അവയ്ക്ക് നല്ല മഴയും പെയ്തൂലേട്ടാ. നമ്മൾ നേരത്തെ തന്നെ ഇപ്രാവശ്യം മഴ വന്നു. ഇതിൽ എത്ര ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഈ പിള്ളത്തിൻ്റെത്തിരുന്ന് ഈ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ ഇങ്ങനെ നിരന്നിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം അല്ലേ ഏട്ടാ. കുറെ കാലം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോഴുള്ള ഫീലായി ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നു. അതൊരു കച്ചിട്ട് ആ പീഠം ഇവിടുന്ന് മാറിയിട്ട് കുറച്ചായിട്ടുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല നമ്മൾ ഇവിടെയും ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ചായില്ലേ ഉണ്ടാക്കിയിട്ട്. ഇപ്പം വൈകുന്നേരം മഴ അതന്നെ ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ കുട്ടികളൊക്കെ പോയിട്ട്. കുറച്ച് ദിവസമായി കുട്ടികളൊക്കെ പോയിട്ട്. കുട്ടികളില്ല, സുഖനില്ല, പുറത്തുള്ള വെപ്പില്ല. ഏതുവരെ ഒക്കെ അമ്മ കിടക്കുകയാണ് കേട്ടോ. അനിയനും ഉണ്ട്. അമ്മ എന്താ പനി കുറവുണ്ട്. ഒക്കെ മാറ്റം വന്ന പോലെ ഇപ്പൊ ഒക്കെ എന്തൊക്കെയാ മാറ്റം വന്ന പോലെ അറിയാം. കുറച്ച് ദിവസമായിട്ട് ഈ പനിയും പിടിച്ചെല്ലാം തകടം പറഞ്ഞു. പനി പിടിച്ചതിലെല്ലാം തകടം വന്നു. ഹോസ്പിറ്റലിൽ നാളെ പോണക്ക്. എന്തേ തലവേദന ഉള്ള ആളെന്ന് കുളിച്ചേക്കണത്. അനുസരണുള്ളൊരു കുട്ടിയുണ്ടോ. അപ്പോൾ അച്ഛമ്മയ്ക്ക് കട്ടൻ ചായ കൊടുത്തു. പാൽ ചായ വേണോ വെച്ചാ. അപ്പോൾ ഇന്നില്ലേ സത്യം പറയാച്ചാ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. പറയുന്നത് ഇന്നേ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ അച്ചുട്ടി. നല്ല സന്തോഷം. അതെന്താ കാരണം എന്നൊക്കെ ഉള്ളത് നാളെ പറയാം കേട്ടോ. ഇന്ന് പറയുന്നില്ല. അതിൻ്റെ എന്താ വെച്ചാൽ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താ പറയുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു. അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ കരച്ചിൽ വന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയുടെ കരയുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നമ്മളൊന്നും വിചാരിക്കാത്ത അതെന്താ ഏതാന്നുള്ള കാര്യകാരണങ്ങൾ പറയുമ്പോഴേ മനസ്സിലാവും. വാലും തലയും തൊഴണ്ട അതിനെക്കുറിച്ച് വർത്തമാനം പറയണ്ടെന്ന് ഞാനതാ പറയണത്. എന്താണ് അത് എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ ആ സാധനം അതിൻ്റെ സംഭവങ്ങളൊക്കെ പറയണം. വെറുതെ അവിടെ തൊടാണ്ട് അത് ഇത് എന്ന് പറഞ്ഞാൽ ശരിയല്ല. മനസ്സിലായോ? അപ്പം അതാണ്. അപ്പം ഇന്ന് ഒരു കാര്യം സംഭവിച്ചു. അതിൻ്റെ ഡീറ്റെയിൽ നാളെ പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ നടന്നത് അല്ലേ. അതൊക്കെ നാളെ പറയാം. പിന്നെ എന്തിനാണ് അത് പറയുന്നത്? നാളെ പറയാറുണ്ട് പിന്നെ അതെന്നെ പറയുന്നത് എന്തിനാണ്? കുളം പോലെ ആയിട്ടുണ്ടോ? കുളം പോലെ ഒന്നായിട്ടില്ല. കുറേ ദിവസമായി കൂട്ടുകാർ നമ്മുടെ അടുക്കള കണ്ടിട്ട് അല്ലേ. ഗ്യാസില്ലാത്ത കൊണ്ടില്ലേ ഒന്നും കത്തിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഇതെങ്ങനെയാണെന്നറിയോ ഉപയോഗിക്കാത്ത വീട് പോലെ ഇല്ലേ. ചോറ് വയ്ക്കലൊന്നും ഇല്ലാണ്ട് പാത്രം കൂടി ഇല്ല വീതിനയിൽ. പാത്രങ്ങളില്ല. പാത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴുകി
അവർക്ക് അനിയനും അമ്മയ്ക്കുള്ളതല്ലേ, അമ്മയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ ചെയ്യുക. അപ്പോൾ അത് അപ്പം കഴുകി വയ്ക്കുമ്പോൾ പാത്രങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ചോറ് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ, അവർക്ക് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അമ്മ അവിടേക്ക് വന്നില്ല, അവിടെ കിടക്കാൻ പറഞ്ഞിട്ട്. ഒരു പകർച്ചപ്പനി പോലുള്ളൊരു പനിയാണ്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അടുത്ത ആൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സുകന്യക്ക് പോയിട്ട് 8 ദിവസമായില്ലേ? 8 ദിവസമായില്ലേ? 8 ദിവസമായി. ഒരു മാസമായ പോലെ ഉണ്ട്. അതിന് കുഞ്ഞുണ്ണിയുടെ പനി ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ, അതാണ് വരാത്തത്. കുഞ്ഞുണ്ണിയുടെ പനി മാറണ്ടേ, അവന് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെന്താ ചെയ്യുക, മരുന്ന് കഴിക്കണില്ല. അപ്പം നമുക്കേ അങ്ങോട്ട് പോവാ. ചായ അവിടെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവർക്കൊക്കെ ചായ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഞാനൊരു സാധനം ഇവിടെ നിന്ന് എടുക്കണം വിചാരിച്ചാണ്. ഇവിടെ പൊടിയുപ്പില്ലേ, പൊടിയുപ്പ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. ഒരു പാത്രത്തിൽ, ഒരു പാത്രം ഉണ്ട് ഇവിടെ ചെറുത്, അടുത്തുള്ളതൊക്കെ അങ്ങോട്ടും കൊണ്ടുപോയി. അതാ ലൈറ്റ് എടുത്തിട്ട് വാ. അമ്മേ ഭക്ഷണമേ കഴിക്കണില്ല കേട്ടോ. ഇന്നലെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് 3 ദിവസം കുറവില്ലെങ്കിൽ, 3 ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ, കഞ്ഞി വെച്ച് കൊടുത്താലും കഞ്ഞിയും കുടിക്കണില്ല ഒക്കെ ഇട്ട്. ഇപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ മേലെഴുകണോ ചോദിക്കുമ്പോൾ മേലെഴുകണ്ട പറയാനേ. മേലെഴുകാതിരുന്ന് കഴിഞ്ഞാൽ വെച്ചാൽ അവർക്ക് ഉറക്കം വരില്ല. ബാക്കിയുള്ള പോലെയല്ല, ഭക്ഷണം കഴിച്ചില്ല പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകും. ഇപ്പോൾ ക്ഷീണം എല്ലാം കൂടി ഇല്ലാത്ത അസുഖം എല്ലാം കൂടി കയറും ചിലപ്പോൾ. ഇപ്പം കാണാൻ പറ്റിയ സാഹചര്യം. അമ്മയ്ക്കല്ലെങ്കിൽ ഏത് കൂടെങ്കിലും ഒരു അസുഖം വന്നാൽ മതി. അതിങ്ങനെ വേറെ വേറെ എല്ലാറ്റിനും ഇങ്ങനെ ഈ മരുന്ന് കഴിക്കണം കൊണ്ടാണ് അല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇതാവുകയാണ്. നമ്മുടെ പ്ലാവിലെ ചക്ക നോക്കിയൊക്കെ എത്ര നിൽക്കണമെന്നറിയാം. നാളെ മൂത്തിട്ട് വേണം നമുക്ക്, നാളെ ഇല്ല നാളെ മൂത്തിട്ട് എന്ന് പറയുന്നത്. ചക്ക മൂത്തക്കണം, നാളെ വേണം കുറച്ച് ചക്കക്കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പനിയൊക്കെ മാറി ഒന്ന് ഉഷാറായി കഴിഞ്ഞാലാണ് കുറച്ചെങ്കിലും വെച്ച എല്ലാവരും കൂട്ടുള്ളൂ കേട്ടോ. വെച്ചിട്ട് ആരും കോഴിയെല്ലാം തിന്നും, അല്ലെങ്കിൽ കുട്ടികൾ മാത്രമേ കഴിക്കുള്ളൂ. ഇന്ന് എന്താണെന്നറിയാം നമ്മൾ കൂട്ടാൻ വെച്ചത് മത്തൻ്റെ ഇല. ഞങ്ങൾ കുറച്ച് തേങ്ങ അരച്ച് വെച്ചു. കുട്ടികൾക്ക് തേങ്ങ അരച്ച് വെച്ചാലാണ് ഇഷ്ടം, അങ്ങനെ തേങ്ങ അരച്ചും വെച്ചു. അമ്മയ്ക്കും അനിയനും ഏട്ടനും ഉള്ളി മുളക് അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ താളിക്കില്ലേ, അങ്ങനെ താളിക്കുകയും ചെയ്തു. പയറുപ്പേരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്നലെ വറുത്ത സ്രാവ് മീനും ഉണ്ടായിരുന്നു, അതിനെ ഉണ്ടാക്കിയുള്ളൂ. ഇപ്പോൾ വൈകുന്നേരത്താണ് പറഞ്ഞു വെച്ചാൽ അമ്മയ്ക്ക് കഞ്ഞി ചൂടാക്കിയിട്ട് കൊടുക്കുക. ഇതാണ്ടോ ഈ സംഭവം, ഇതാണ്ടോ ഇതന്നെയാണ്. ഇത് ഞാൻ ഓർമ്മ ഇതെടുക്കാൻ, ഇതൊരു മുള്ളു പോലത്തെ സാധനം കേട്ടോ. ഇതും നമ്മുടെ അയമോദകം. മൂത്രമൊക്കെ നമ്മുടെ ഒഴിഞ്ഞു പോകണില്ലെങ്കിൽ, മൂത്രത്തെ പഴുപ്പൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്, അപ്പോഴൊക്കെ ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ മൂത്രം നല്ല രീതിയിൽ ഒഴിഞ്ഞു പോവും. പിന്നെ നമുക്ക് ചെറിയ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അത് ഇവിടെ നാളെ അനിയൻ്റെ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു ഇത് ഈ കുടിച്ച് നോക്കുക നല്ലതാണെന്ന്. അപ്പം ഞാൻ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതവിടെ കൊണ്ടുപോയിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദീന വരുന്നേക്കാൾ നല്ലത് ഇപ്പോൾ നമുക്ക് ദീന പോവാം. ഇവിടെ എന്താ സത്യം പറയുമ്പോൾ ഇവിടെ ചോറും അച്ചു ആ ഇവിടെ ഇതൊക്കെ എടുത്ത് വിളക്കെടുത്ത് എന്ന് പറയുന്നത്, ലൈറ്റ് എടുത്ത്. ഇപ്പോൾ ഇവിടെ ആരും ഭക്ഷണമൊന്നും ഇല്ലാത്ത കൊണ്ടേ നമ്മൾ ഇപ്പോഴും നോക്കിയൊക്കെ ഇവിടെയൊക്കെ രാവിലെ അടിച്ചോരി വളരെ കുറവായി. എല്ലാവർക്കും ഇവിടെ ഉണ്ടാക്കണ്ടോ അല്ല അവിടെ ഉണ്ടാക്കുകയുണ്ടായിരുന്നോ. അപ്പോൾ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെന്തായി, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോയി. അതെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒന്നത് ഗ്യാസും കഴിഞ്ഞു. പിന്നെ ഇവിടെ കുട്ടികളും ഇല്ല, കുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അതായി പോയി. ഇവിടെ രണ്ടാൾ കയ്യാതെ ഇറക്കേണ്ടതെന്നല്ലാതെ ഇവിടെ വരിക കുറച്ച് ഇരിക്കുക പോവുകയെന്നല്ലാണ്ട് ഇവിടെയുള്ള സമ്പർക്കം കുറഞ്ഞപ്പോൾ. സമ്പർക്കം കുറഞ്ഞിട്ടൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കുക, പിന്നെ ഇവിടെ വരിക. മറ്റേത് ഒട്ടുമിക്ക സമയത്ത് ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ തന്നെ രീതി മാറിപ്പോ, അതാണ് പറയുന്നത്. അത് മാറി. അത് കുട്ടികൾ രാത്രി ഇവിടെ തന്നെയാണ് കേട്ടോ. കുട്ടികളുടെ കിടത്തം നമ്മളിവിടെ ഇല്ല ആയതും കൊണ്ട് ഇപ്പോൾ അനിയനും അമ്മയും ഇവിടെ കിടക്കുന്നത് ആവശ്യത്തിന് ഇങ്ങനെ വരും പോകുന്നു മാത്രമല്ലേ. തൊട്ടടുത്താണ് പറഞ്ഞിട്ട് കാര്യമില്ല. മാറ്റം ചിലപ്പോൾ നമ്മളറിയാണ്ടിരിക്കും മാറ്റങ്ങൾ വരിക. നമ്മൾ മാറ്റം വരരുതേന്ന് വിചാരിച്ചിരുന്നാലും ശരി, എല്ലാവരും കൂടി മാറ്റി ഇപ്പൊ മൊത്തത്തിൽ മാറിപ്പോയി. അതുണ്ടായത് ആര് മാറ്റിയെന്ന് ഏട്ടന് തോന്നുകയാണ്. എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ തന്നെ ഇവിടേക്ക് വരവ് വളരെ കുറവാണ്. മറ്റേ ഒട്ടുമിക്ക സമയം ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഒട്ടുമിക്ക സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെയായിരുന്നു.
ഇപ്പം ഞാൻ നേരെ തിരിച്ചായി. അപ്പോൾ പണി കഴിഞ്ഞ് വെച്ചാൽ അവിടെ സുഖമായി അവിടെ കിടക്കും. മറ്റേത് പറഞ്ഞു വെച്ചാൽ അങ്ങോട്ട് വരും. പിന്നെ പറഞ്ഞു വെച്ചാൽ കുട്ടികളുള്ള സമയത്താണ് വെച്ചാൽ കുട്ടികളും അധികം ഇവിടെ ഇരിക്കാറേ ഇല്ല കേട്ടോ. കുട്ടികളൊക്കെ പുതിയ വീട്ടിലാണ്. ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാലാണ് നമുക്കൊന്നും കൂടി ഇടങ്ങാറാവുക. കാരണം രാവിലെ പോയി പിന്നെ കിച്ചുവിൻ്റെയും കുഞ്ഞിൻ്റെയും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും 6 മണിയാവും. പെരും മഴയാണ് പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞില്ലേ അല്ലേ. മുരിങ്ങക്കൊമ്പിലേ ഒരു മുരിങ്ങക്കായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓ ഒറ്റൊന്ന്. ഒരു മുരിങ്ങക്കായ ഉണ്ടായില്ലേ. കണ്ടോ ഓരോടത്ത് ഇല കാണാത്ത രീതിക്ക് മുരിങ്ങണ്ടായിരുന്നു. എവിടാ ഒട്ടുമിക്ക എല്ലായിടത്തും ഇവിടെ ഒറ്റൊന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ മുരിങ്ങക്കായല്ലേ എന്തോ ഒരു മണമായിരിക്കും പറഞ്ഞിട്ട് സാമ്പാറൊക്കെ വെക്കുമ്പോഴൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഭയങ്കര വണ്ണുള്ളൊരു മുരിങ്ങക്കായല്ലേ, അതത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല. ഉപ്പേരി വയ്ക്കാൻ കുഴപ്പമില്ല. പച്ചക്കറി കടയിൽ പോയപ്പോൾ മുരിങ്ങക്കായ വേണമെന്ന് വെച്ചിട്ട് കടക്കാരൻ ചെറുക്കുക. ഞാനിപ്പോൾ എന്താണോ വിചാരിച്ചത്, മൂപ്പര് പറയുക എല്ലാ വീട്ടിലും മുരിങ്ങക്കായ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ ചോദിക്കാൻ തന്നെ നാണക്കടായി പോകുന്നു. നമ്മുടെ അടുത്തെല്ലാം നമ്മുടെ മുരിങ്ങയിലും ഉണ്ടാവും മുരിങ്ങക്കായ. എന്താ അപ്പോൾ കുറച്ച് കാപ്പി വെച്ച് കൊടുക്കട്ടെ കേട്ടോ അമ്മയ്ക്ക്. ഇപ്പം എന്താണെന്നറിയോ ആകെയുള്ള പ്രശ്നം, ഇങ്ങനെ എല്ലാവരും വയ്യാതെ കിടക്കുമ്പോഴേ നമുക്ക് ഒന്നൊന്നും ചെയ്യാനൊരു മനസ്സ് വരികയില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് ഓടിയിട്ടും അവിടേക്ക് നോക്കിയിട്ടും പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചാൽ അവിടെയും ആരെങ്കിലും വരില്ലേ, മിറ്റടിക്കലും ഉള്ളടിക്കലും. അത് തുടച്ചില്ല കേട്ടോ. തുടയ്ക്കാൻ നോക്കുമ്പോൾ കുപ്പയൊന്നുമില്ല, അപ്പോൾ തുടച്ചിട്ടില്ല. ഇനി വിളക്ക് വയ്ക്കേണ്ട സമയമാകുമ്പോൾ ഇവിടെ ഒന്ന് അടിച്ചോരി ഇടണ പോലെ അവിടെ ഒന്ന് പോയി അടിച്ചോരി ഇടണം. അമ്മയ്ക്ക് ഞാനൊരു ഇഞ്ചി ചുക്ക് കഴിഞ്ഞേക്കണു. ഇഞ്ചി ഇട്ടിട്ട് നല്ലൊരു കാപ്പി വെച്ച് കൊടുക്കട്ടെ. അച്ചുട്ടിക്ക് വേണോ? വാ, കണ്ട മനസ്സിലായോ? അതന്നെ കുഴിച്ചിട്ടത് ഉണ്ടാവില്ലേ പിന്നെ. തല പൊട്ടിക്കരുത് കേട്ടോ, ഇലയായിട്ട് പൊട്ടിച്ചാൽ മതി. തല പൊട്ടിച്ചാലും കുഴപ്പമില്ല, ഉണ്ടാവും. അത് വേണ്ട, തല പൊട്ടിക്കണ്ട, ഉണ്ടായി വന്നോട്ടെ, ഉണ്ടായി വന്നോട്ടെ, തല പൊട്ടിക്കണ്ട, ഇലയായിട്ട് പൊട്ടിച്ചാൽ മതി. ഇഷ്ടം പോലെ ഇല ഉണ്ടല്ലോ, പിന്നെ എന്തിനാ തല പൊട്ടിക്കുന്നത്? മതി. നടാടെ അളിഞ്ഞു പോകണ്ട. നടാടെ പ്രാവശ്യം മത്തൻ്റെ ഇല, ഇപ്പോൾ മത്തൻ്റെ ഇല നുള്ളി നോക്കിയൊക്കെ മത്തൻ്റെ വള്ളി ഏത് കൂടെയൊക്കെ പോകണമെന്നുള്ളത്. ഇവരിങ്ങനെ അത് കൂടെ ഒക്കെ പായും. പായട്ടെ, ഇല നല്ല ഉണ്ടാവട്ടെ. ഇല നല്ല ഉണ്ടാവട്ടെ. കായ ഉണ്ടായിട്ടില്ലെങ്കിലും വീട്ടില് ഇല ഉണ്ടാവട്ടെ. അതെ, ഉണ്ടാവട്ടെ. കായല്ല പ്രശ്നം, ഇലയാണ് അത്യാവശ്യം. കായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇല കിട്ടണമെന്ന്. എന്താണ് ചാടി മറിഞ്ഞിട്ട്? എന്തേ? ബാ എവിടേക്ക് പോണ്? ഇന്ന് വാടാ. കഴുകിട്ടോ. ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ജീരകം. ഇപ്പം തന്നെയാണ് പണി. കുരുമുളകില്ലേ? കുരുമുളക് ഇതാ. ചുക്കില്ലേ കഴിഞ്ഞ കുറച്ച് പോകാനിട്ടോ. എന്നിട്ട് വേണം അവർക്ക് വയറ് കാളാനും. വയറുകളും ജീവ പറയുമ്പോ ഒപ്പം ഇഞ്ചി ഉണ്ടല്ലോ, രണ്ടും എരിവല്ലേ. നല്ല ചൊടിയായിക്കോട്ടെ. ഇതിന്റെ ഉണക്കനായാലാണ് വേഗം വേഗം ഒരു സുഖം കിട്ടും. മറ്റേ ശർക്കരയിലിട്ടുണ്ടോ? ശർക്കര അങ്ങനെ ഇട്ട് കഴിക്കാം. ഇനിയില്ലേ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെയായിരിക്കും ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു പ്രധാന ഹോബി. ചുക്ക് ഔഷധമാണ് ഇനി. ചെറിയ പനിയൊക്കെ ഇതിൽ മാറും. കൈമേലൊക്കെ മാറുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടാട്ടോ അത്. വെറുതെ മഴ സമയത്ത് കഴിക്കാനും സുഖമല്ലേ, വെറുതെ കുടിക്കാനും ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, എന്താ അവിലില്ലേ, നമ്മുടെ കൊട്ടനവിൽ എന്ന് പറയില്ലേ, കൊട്ടനവിലും തേങ്ങയും അതേപോലെ തന്നെ ചുക്ക് ഇങ്ങനെ വെറുതെ തേങ്ങ പൂളാക്കുക. എന്നിട്ട് അവിൽ ചുക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ കഴിക്കാത്തവരത് കഴിച്ചു നോക്കിക്കോ. നിന്റെ ഇഷ്ടങ്ങൾ എല്ലാവർക്കും അറിയുന്നത്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് കൗതുകമായിട്ട് പറയണ്ട. ഇന്നെന്താ ഏട്ടന് വൈകുന്നേരം ചപ്പാത്തിയാ വേണ്ട? എന്തെങ്കിലുമൊക്കെ കഴിക്കും. ചക്കരക്കിഴങ്ങോ എന്തള്ളിച്ചും കാത് കേട്ടോ, അങ്ങനെ ചതച്ചാൽ മതി. കണ്ടില്ലേ? നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് മതി.
കൊരക്കൂർക്ക എന്താ ചോദിച്ചിരുന്നില്ലേ? കൊരക്കൂർക്ക കഞ്ഞിക്കൂർക്കണ്ട പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ അത് ചുമയ്ക്ക് നല്ലൊരു മരുന്നാണ്. അനിയേട്ടൻ്റെയൊക്കെ 2 മാസം മാറാതിരുന്ന ചുമയൊക്കെ ഇത് കഴിച്ചിട്ട് മാറി. പിന്നെ ഈ ശർക്കര അമ്മയ്ക്ക് പറ്റൂട്ടോ, ഷുഗർ ഉള്ളത് കൊണ്ട് കേട്ടാ. കുറച്ച് ഇത്രയേ ഉള്ളൂ പനി. പക്ഷെ ഇതില്ലേ ഒരു നല്ല സംഭവം. ഇതിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട എന്നുള്ളത്. ഇതെന്താ വെച്ചാൽ കഴുകിയിട്ട് ഇവിടെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണേ. ഇത് എടുത്തിങ്ങോട്ട് മാറ്റി വെക്കണം. തുളസിയുടെ ഇലയൊക്കെ ഇടുട്ടോ ഞാൻ. ചുവന്ന തുളസി ഇല്ലേ, ചുവന്ന തുളസിയുടെ ഇല, എന്താ പിന്നെ കൃഷ്ണ തുളസി പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, കാട്ടുകൃത്താവ് പറഞ്ഞിട്ട് സാധനമുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് എൻ്റെ അമ്മ ഉണ്ടാക്കാറ്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറുന്തോട്ടി വേര്, പിന്നെ ഈ മുതിരല്ലേ, മുതിര നമ്മുടെ കൊള്ളു എന്നൊക്കെ പറയില്ലേ, മുതിര ഇട്ടിട്ട് ഉണ്ടാക്കും, കഷായം ഉണ്ടാക്കും. ഓരോ ആൾക്കാരും ഓരോ രീതിയിലല്ലേ. ഇതിപ്പോൾ ചുമയൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഇഷ്ടം. അപ്പം അതും കൊണ്ട് ഉണ്ടാക്കണമെന്ന് മാത്രം. അച്ചുട്ടി എന്താ ചെയ്യുന്നത്? ഞാനുണ്ടല്ലോ പെണ്ണേ. എന്താ ഇന്നത്തെ നമ്മുടെ കറി നോക്കിയൊക്കെ എന്താ മത്തൻ്റെ ഇല. ഞാൻ അമ്മ വീട്ടിൽ അമ്മ വിളിച്ചപ്പോഴേ മത്തൻ്റെ ഇലയാണ് അമ്മ കൂട്ടാൻ വെച്ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ അറിയണത് നിൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് 2 ഇല അതാണ്ടോ ഇവർക്ക് അവിടേക്ക് കൊണ്ടുപോയിട്ടത്. ഉള്ളി മുളക് അരച്ചിട്ട് അങ്ങനെ വെച്ചത്. പിന്നെ അതാ ഉണക്കസ്രാവ് വറുത്തത് ഇന്നലത്തേന് കേട്ടോ, ഒന്നത്തേയില്ല അതുണ്ട്. പിന്നെ പയറ് പേരി ഉണ്ടാക്കിയതുണ്ട്. ചോറ് അവിടെ ഉണ്ട്. അമ്മ ഇപ്പോൾ ആകെ ഇടങ്ങാറായിട്ടോ. കാരണം എന്താണെന്നറിയോ, അമ്മ വരുകയും ചെയ്ത് ഇവിടെ വന്നപ്പോൾ പനിയും പിടിച്ച് ലേട്ടാ. അമ്മ ഇപ്പം ശരിക്കും പെട്ടുപോയത്. കുഴപ്പമില്ലാണ്ട് സമാധാനത്തോടെ പോയായിരുന്നു. വന്നതും പനി പിടിച്ചു. പനിയിട്ട് മാറണില്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ മാറില്ല. അത് അമ്മയിരുന്നു 100 കൂട്ടം മരുന്ന് കഴിക്കണല്ലേ. അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര സമാധാനമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചമ്മതാ പറയുക. ഇവിടെ വന്ന ഈ കുട്ടികളും മക്കളും എല്ലാവരുമായിട്ട്. പക്ഷെ പനി വന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ അന്ന് തുടങ്ങിയതാണ്. ഇവിടെ അനിയന് പനിയുള്ള സമയത്ത് തുടങ്ങിയ കേട്ടോ നമ്മൾ പാരസെറ്റാമോൾ കഴിക്കൽ. എന്താ എനിക്ക് പനി വരണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടോ ചുക്ക്. അപ്പം ഇതങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് നാളെ ആകുമ്പോഴേക്കൊന്നും ഒരു ഉഷാറാവട്ടെ അല്ലേ കിച്ചുട്ടോ. ഇതാറ്റാൻ പാടില്ല. എവിടെ കൊണ്ടവിടെ കുട്ടികൾക്ക് കൊടുത്തു പറഞ്ഞാൽ നെയ്യനെ കൊണ്ട് കൊടുത്തോ, മേത്ത് കൂടെ കൊണ്ടോ കുറച്ച് നേരം ഇരുന്നിട്ട് പാൻ്റെ കൊണ്ട് വെച്ചിട്ട് തറപ്പിച്ച് കൊടുത്താൽ പോരെ. അപ്പോൾ നമ്മളില്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ മഴ ചാറിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനിയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് വെച്ചാൽ എന്താ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും കേട്ടോ, പിന്നെ വരുള്ളൂ. അപ്പോൾ നാളെ കാണാം. നിങ്ങൾ ഇങ്ങനെ ചുക്ക് കാപ്പി ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കൂ. നിങ്ങൾ എന്തൊക്കെ ചുക്ക് കാപ്പിയിൽ കൂട്ടും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.